ഹലോ. അങ്ങനെ വീണ്ടും ആങ്കറിങ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ആയിരുന്നു. എൻ്റെ കസിൻ സിസ്റ്ററുടെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് എഴുതിണ്ടാക്കുന്നായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്. ദെൻ ഒന്ന് മുടി വെട്ടാനായിട്ട് തീരുമാനിച്ചു. ഒരു ചെറിയ മേക്ക് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്തുള്ള ടോണി ആൻഡ് ഗൈ എസെൻഷ്യൽസിലാണ് പോയത്. അവിടുത്തെ മിസ്റ്റർ അഹമ്മദ് ആയിരുന്നു എൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റ്. വളരെ നന്നായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. പെരുമ്പാവൂരിനടുത്തുള്ള കാഞ്ഞിരക്കാട് എന്ന സ്ഥലത്തുള്ള ടോണി ആൻഡ് ഗൈ എസെൻഷ്യൽസിലാണ് ഞാൻ ഹെയർ സെറ്റ് ചെയ്തത്. ഇവിടുന്ന് നേരെ ഫങ്ഷനിലേക്കാണ് പോയത്. യെസ്, ഇതായിരുന്നു അന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ആൻഡ് ലുക്ക്. നന്നായിട്ടില്ലേ? കോതമംഗലത്തുള്ള Cloud9 ഹോട്ടൽസിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലോബിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഡോർ തുറന്നപ്പോൾ തന്നെ ഹലോ ഗൈസ് എന്നൊരു വിളി കേട്ടു. മറ്റാരെയല്ല, നമ്മുടെ ബ്രൈറ്റ് ടു ബി രൂപനാരായണൻ തന്നെയായിരുന്നു. അദ്ദേഹം കൈവീശി കാണിക്കുന്നുണ്ട്. എനിക്കിവിടെ ഒരു ആങ്കർ കൂടിയുണ്ട്. എൻ്റെ കസിൻ സിസ്റ്റർ ആയിട്ടുള്ള ആദ്ര സുകുമാരനാണ്. ഇതാണ് എൻ്റെ ഒരു കസിൻസ് ഗ്രൂപ്പ്, ചെറിയൊരു ഗ്രൂപ്പ്. ബാക്കിയുള്ളവർ പുറത്തുണ്ട്. ഞങ്ങൾക്കൊരു പേസ്റ്റൽ കളർ തീമായിരുന്നു. സോ എല്ലാവരും പേസ്റ്റൽ ആൻഡ് വൈബ്രന്റ് ലുക്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. രണ്ട് ഡിഫറെൻറ്റ് ഫാമിലീസ് ജോയിൻ ചെയ്ത് ഒരൊറ്റ ഫാമിലി ആയിട്ട് മാറുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് വിവാഹം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണല്ലോ ഇവിടെ നടക്കാൻ പോകുന്നത്. സോ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്സാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. ബെറ്റർ ടുഗദർ. എത്രയോ ജന്മമായി എന്ന വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സോങ് പാടിയാണ് ഞങ്ങളുടെ ജോലി സ്റ്റാർട്ട് ചെയ്തത്. മറ്റൊന്നിനും വേണ്ടിയല്ല, പുറത്ത് നിൽക്കുന്നവരുടെ അറ്റൻഷൻ സീക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ട്രിക്ക് മാത്രമായിരുന്നു. ദെൻ ഗ്രൂം ടു ബി ബ്രൈഡ് ടു ബി ഇവരുടെ ഗ്രാൻഡ് എൻട്രി ആയിരുന്നു. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് രണ്ടുപേരും കടന്നു വന്നത്. ആദ്യം തന്നെ പത്രിക വായിക്കുകയും കൈമാറുകയും ചെയ്യുന്ന ചടങ്ങായിരുന്നു. അതിനുശേഷം റിംഗ് എക്സ്ചേഞ്ചിലേക്ക് കടന്നു. രണ്ടാളും നല്ല എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു. എസ്പെഷ്യലി രൂപയുടെ കണ്ണുകൾക്ക് നല്ല തിളക്കവും ചെറിയൊരു നനവും ഉണ്ടായിരുന്നു. അതിങ്ങനെ തൊട്ടടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര രസമായിട്ട് തോന്നി. ചെറിയ ഡാൻസ് മൂവ്സ് ഒക്കെ ചെയ്ത് അവരവരുടെ ഡേ ശരിക്കും ആഘോഷിക്കുകയായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്കും നല്ല സന്തോഷമായിരുന്നു. അപ്പോഴേക്കും ഹാൾ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം കാനഡയിൽ നിന്ന് വന്ന ശരത്തിന്റെ ഒരു സുഹൃത്തിനെ കണ്ടു. ജീവിതത്തിൽ ഇതുവരെ എന്ത് നേടി എന്നാരെങ്കിലും ചോദിച്ചാൽ ദാ ഇതേപോലെ കുറച്ച് നല്ല ഫ്രണ്ട്സിനെ നേടി എന്ന് പറയാൻ പറ്റുന്ന വളരെ ലക്കിയാണ് അല്ലേ? ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താണെന്നറിയാമോ? ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുറച്ച് നല്ല ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. യെസ്, മിഖായൽ ഗേൾ നവനി ദേവാനന്ദ് ശരത്തിന്റെ സ്വന്തം കസിൻ സിസ്റ്ററാണ്. റൈഫിൾ ക്ലബിലെ വൈറൽ സോങ് ഗന്ധർവനാദം എല്ലാവരും ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതല്ലേ? രൂപയുടെ സ്കൂൾ കോളേജ് ഫ്രണ്ട്സ് വന്നപ്പോഴാണ് രൂപ എക്സ്ട്രീംലി ഹാപ്പി ആയിട്ട് തോന്നിയത്. ഒരു പക്ഷേ അവരുടെ സ്കൂൾ കോളേജ് ഡേ മെമ്മറീസ് എല്ലാം ഒരു നിമിഷം മനസ്സിലൂടെ ട്രെയിൻ ഓടിച്ചു പോയിട്ടുണ്ടാവണം. And yes, this is the time to wind up. Thanking everyone for making this day very beautiful and memorable. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. ആദ്യം അപ്പവും ബീഫ് സ്റ്റൂവും കഴിച്ചു, ദെൻ ബിരിയാണി. അങ്ങനെ ഫുഡിങ് എല്ലാം കഴിഞ്ഞത് ഞങ്ങൾ കസിൻസിൻ്റെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നിന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും പേസ്റ്റൽ കളർ തീം ആയതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാനായിട്ട്. കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. സോ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് ഇവിടെ തുടങ്ങുകയാണ്. ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ ഹാപ്പൻ സൂൺ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനിയും കാണാം. Keep support and thank you so much.